ക്ലിഞ്ഞോ സൗണ്ട്സുള്ള തത്തേ. അതാണ് പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു ലളിതഗാനവും പണം വെള്ളത്തിൻ്റെ സംഭവമൊക്കെ ആയിട്ട് പോയത്. ഓക്കെ. അപ്പം ഈ തത്ത പിന്നീട് ആലോചിച്ചപ്പോൾ മനോട്ടൻ തന്നെ ഒരു വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ തത്ത പോയിരിക്കുന്നത് ഇവിടെ നിന്നാണെന്ന്. ചേട്ടൻ്റെ ട്രൂപ്പിൽ നിന്നാണ് വന്നത്. ചേട്ടൻ്റെ ട്രൂപ്പ് കൊച്ചിൻ നവോദയ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ട്രൂപ്പിൽ നിന്ന് തന്നെയാണ് തത്ത പോകുന്നതാണ്. അതെ. അപ്പോൾ ഞാനന്നൊരിക്കൽ ചേട്ടൻ ട്രൂപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ അതിലേക്ക് വിളിച്ച്, അന്ന് ഞാനും ചേട്ടൻ്റെ അനുജൻ അജിയും കൂടി സലിംകുമാറിൻ്റെ ട്രൂപ്പിൽ കളിച്ചിട്ടുണ്ട്, സലിമേട്ടൻ്റെ ട്രൂപ്പിൽ കളിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു. അപ്പോൾ അജി എന്നെ അത് കഴിഞ്ഞപ്പോൾ അതിന് ഞങ്ങൾ പോകുന്നതിന് ശേഷം അജി ഒരു ദിവസം വിളിച്ചൊക്കെയാണ്. അപ്പം അന്ന് ഞങ്ങൾ വേറൊരു ബാബു ജോസ് ബൈ ജോസൊക്കെ ആയിട്ടൊരു ജീവൻ ടി വിയിൽ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ എന്നെ വിളിച്ച്. മനുവേട്ടൻ അന്ന് അജിയാണ് പറയണത് സുധീറിനെ കൂടി എടുക്കണം, ട്രൂപ്പ് തുടങ്ങാമെന്ന് പുതിയത് വിളിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഈ പറഞ്ഞ ചേട്ടനെ വിളിച്ച സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് അവരൊരു ട്രൂപ്പിൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് ഒന്നുമില്ലാണ്ട് വന്ന സമയത്ത് ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ എടാ നിന്നോട് അന്ന് ഞാൻ വിളിച്ചതല്ലേ, ടീമൊക്കെ തികഞ്ഞു പോയി, നമുക്ക് നോക്കാതെ വേറെ എപ്പോഴും ഞാൻ വിളിച്ച സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചത്, അപ്പോൾ വരാൻ പറ്റില്ല. തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു തന്നെ. പക്ഷെ പിന്നീട് അത് ട്രൂപ്പ് നല്ല അടിപൊളിയായിട്ടൊക്കെ പോയി. കുറച്ചാണ് കഴിഞ്ഞപ്പോൾ ആദ്യം നീ വന്നത് പാട്ട് പാടാനല്ലേ? അതാ പറഞ്ഞത്, പാട്ടുകാരനായിട്ട് ഏതൊരു പാട്ടുകാരൻ വരാനായിട്ട് എന്നെ വിളിച്ചു. ഓക്കെ. അങ്ങനെ പാട്ട് പാടാനായിട്ടാണ് പിന്നെ വരുന്നത്, പാട്ടുകാരനായിട്ടാണ് നവോദയയിൽ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ഇത് കാണിക്കണം, തമാശ കൂട്ടത്തിൽ, ആ കൂട്ടത്തിൽ കിടന്നൊക്കെ എന്തെങ്കിലും കാണിക്കുമല്ലോ, മനോട്ടനെ ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്യടക്കും. അപ്പം അന്നാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഭടനായിട്ട് വന്നത്. അതിൽ ആ ക്യാരക്ടർ ഉണ്ടായില്ല, പ്രോമിറ്റിംഗ് ബാലയിലെ ഒരു ഭടൻ. ആ ക്യാരക്ടർ ആ കഥ ഇതിലുണ്ടായില്ല. അപ്പം ഞാൻ റിഹേഴ്സലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ കുതിരക്ക് വന്നോട്ട് ചാടി വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു അന്ന് ഇത് കേട്ടടാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ട്രൂപ്പിൻ്റെ കളി ഫസ്റ്റ് തുടങ്ങണമെന്ന് ഞാൻ പറയാണ്ട് തന്നെ പെട്ടിക്കടക്കാരെന്ന് ഉത്സവപ്പറമ്പിൽ നിന്ന് ഒരു തത്തനെ മേടിച്ചിട്ട് ലാസ്റ്റിക് വെച്ച് ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെ ചേട്ടൻ ഭയങ്കരമായിട്ട് ചിരിച്ച് കുറച്ച് നേരമൊക്കെ നമ്മൾ സ്കിറ്റ് നിന്നൊക്കെ പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും ആ തത്തേന്നാണ്, ആ തത്തേന്ന് അങ്ങോട്ട് പോന്നിട്ട് പിന്നെ ക്ലിഞ്ഞു തത്തയും മാറിയാണ് ഇത് തന്നെ. തത്തനെ വിട്ടിട്ടില്ല. എന്നാ ക്ലിഞ്ഞോട്ടെ 2 വരി. സ്വരസുധരാജിത നീലകളേ വിക്രീളിത ശോഷിത സുമിത അഷ്ടസ്ത്രിതാ പ്രിതന്തം ദിഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി ക്ലിഞ്ഞു സൗണ്ട്സുള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടേ. ഇത് എപ്പോഴായിരുന്നു എഴുതിയത്? വീട്ടിലിരുന്നാണ് എഴുതുന്നത്? ഇല്ലായിട്ട് ഇത് ഈ ലളിതഗാനം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം ഇത് ഞാൻ യാത്രകളിലാണ് കൂടുതലും. ഇപ്പം എനിക്ക് റൂം എടുത്ത് എഴുതാൻ നല്ലൊന്നും നടക്കൂല. ഇല്ലല്ലോ, യാത്ര ചെയ്യുമ്പോൾ വണ്ടിക്ക് പോണ സമയത്തൊക്കെ നമുക്ക് കിട്ടും, എന്തെങ്കിലും വരും. അപ്പം അങ്ങനെ കിട്ടിയൊരു പാട്ടാണ്. നമുക്ക് വരാപ്പുഴ വഴി ടച്ച് ചെയ്ത് എറണാകുളത്തേക്ക് വന്ന വഴി എനിക്ക് പറവൂരിനും വരാപ്പുഴയുടെ പാലം കയറുമ്പോൾ തന്നെ ഓരോ സംഭവം റെഡിയാവും.